എന്തോ അമ്മ ചിരിക്കണ? ഞാനേ പണ്ട് എയർഫോഴ്സിലായിരുന്നപ്പോ ഉണ്ടായിരുന്ന ഒരു കഥ ഓർത്തിങ്ങനെ ചിരിച്ചു പോയതാ. എന്റെ അടുത്തോണ്ട് പറയാമോ, ഞാൻ കൂടെ ചിരിക്കട്ടെ? അത് വേണ്ട. ഞാൻ പറഞ്ഞാ നീ പറയും ഞാൻ ഭയങ്കര തള്ളു പറയാണെന്ന്. അത് വേണ്ട. മാമ എന്നെ പറ്റി അങ്ങനെ ചിരിക്കണത്? ബാക്കിയുള്ളവരെ പോലെയൊന്നും അല്ല. എനിക്ക് മാമൻ കഥ പറഞ്ഞ രീതിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാമ എന്റെ അടുത്തോണ്ട് പറയാമോ? എന്നാ പറയാം. ഞാനിങ്ങനെ ഒറ്റ കഴിഞ്ഞിട്ട് പ്ലെയിൻ പറത്തുന്ന കാര്യമൊക്കെ നിനക്ക് അറിയാലല്ലേ? അതാ ഇപ്പൊ അറിഞ്ഞു. 100-111 പ്ലെയിൻ ഇങ്ങനെ പുറത്തിച്ച് വിട്ടുകൊണ്ടിരിക്കുക. പെട്ടെന്ന് എനിക്കൊരു ഐഡിയ തോന്നി. എന്തോന്ന് ഐഡിയ? ഒരു കുന്നിന്റെ മുകളിലേക്ക് ഇങ്ങനെ പുറത്ത് കയറ്റിട്ടെ അതിനകത്ത് ഇങ്ങനെ ഉറങ്ങുന്ന പോലെ ഞാനങ്ങ് അഭിനയിച്ചു. അയ്യോ എന്തോന്ന് മാമ? കൺട്രോൾ റൂമിൽ ഇത് കണ്ട ആകെ പേടിച്ച് പറിച്ചിരിക്കുക. കുഞ്ഞുണ്ണി വേക്കപ്പ് എന്ന് റേഡിയോ കൂടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. കോപ്പൈലറ്റിന്റെ കാര്യമാണെങ്കിലും പറയേ വേണ്ട. പേടിച്ച് മൂത്രം ഒഴിച്ചു പോയി. ആരായാലും മൂത്രം ഒഴിച്ചു പോയില്ലേ? അവസാനം പ്ലെയിൻ കുന്നിന്റെ അടുത്തെത്തിയതും ഞാൻ മുകളിലേക്ക് ഒരൊറ്റ പിടുത്തം അങ്ങ് പിടിച്ചു. എന്നിട്ട് റേഡിയോ കൂടെ പറ്റിച്ചേതൊരു പറച്ചിലും പറഞ്ഞു. കൺട്രോൾ റൂമിൽ എല്ലാവരും കിടന്ന് ചിരിയോട് ചിരി. മാമ ഭയങ്കര കുസൃതിയായിരുന്നല്ലേ? പിന്നെ അല്ലാതെ. എടാ ഇതൊക്കെ അല്ലടാ ഒരു രസം എന്ന് പറയുന്നത്. അല്ല പിന്നെ കൊടി വീശിയിരുന്നിട്ട് എന്തോ അല്ല, ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഞങ്ങൾ പൈലറ്റുമാരാണല്ലോ. ഈ കൊടി പറത്തുന്ന ഒരു വിമാനം റിപ്പയർ ചെയ്യുന്ന ഒരു ഭയങ്കര ബോർഡിയാണെന്ന് പറയുമായിരുന്നു. എന്റെ കഥ എങ്ങനെ ഉണ്ടായിരുന്നു? അച്ഛനും അളിയും നീ അച്ചാറൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാ? ടേസ്റ്റ് ചെയ്ത് നോക്കാം. അവളുടെ ഇത്തിരി പുളിക്കും. അയ്യോ, ഇത് ബാദുഷയുടെ വൈഫ് ഇട്ട അച്ചാറ്, ആയിഷ. നീ എന്താണ് ബാദുഷയുടെ വീട്ടിൽ പോയത്? അച്ചാർ വരാൻ വേണ്ടി വിളിച്ചു, അത് വാങ്ങിക്കാൻ വേണ്ടി പോയത്. അച്ചാർ എനിക്ക് ബാക്കിയും കൂടെ പൂരിപ്പിക്കാൻ തോന്നുന്നു. ഡേ ചുമ്മാരി. ലാസ്റ്റ് ടൈമില് നമ്മള് വെള്ളം അടിച്ചപ്പോ സംഭവിച്ചൊക്കെ ഓർമ്മ ഉണ്ടല്ലോ നിനക്ക്? നമ്മളില്ലെന്ന് പറഞ്ഞില്ല. അങ്ങനല്ല, ഈ അച്ചാറും യവൻ പറഞ്ഞ കാര്യം കൂടെ കേട്ടപ്പോഴേ എനിക്കൊരു വല്ലായി. പറ്റൂല അച്ഛാ ചുമ്മാരി. അങ്ങനെയല്ലളിയാ, നമുക്കിങ്ങനെ അറിയാതെ സെറ്റപ്പ് ഉണ്ടെങ്കിലോ. ഏത് നീ ചുമ്മാരിയുടെ നിനക്ക് അച്ചാർ വേണോ? പിന്നെ കിട്ടൂല ഏട്ടാ, ഞാൻ തരൂല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. അല്ല എനിക്ക് അച്ചാർ മാത്രമായിട്ട് വേണ്ട. വേണ്ടേ? ബാക്കി പയ്യെ വരും. വേണ്ടെങ്കിൽ വേണ്ട, നമ്മളെ ബാഗിൽ വല്ലതും കാണോ? എടി പിള്ളേർ ഇങ്ങനെയൊക്കെ തന്നെയാടി ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, വ്യൂസ് ഒക്കെ എടുത്തിട്ടൊരു കാര്യമില്ല. വായു വെക്കാൻ കൊള്ളത്തില്ലായിരിക്കും. അമ്മ ഉണ്ടാക്കുന്നത് കൊള്ളത്തില്ലെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. മതി നീ ഉദ്ദേശിച്ചൊക്കെ എനിക്ക് മനസ്സിലായിടി. നാത്തോ ശരിക്കും അങ്ങനല്ല ഉദ്ദേശിച്ചത് അമ്മ. നീ എല്ലാവരും അവിടെ സൈഡല്ലേ പറയുള്ളൂ. എടി ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തന്നത് കഴിച്ചിട്ടുള്ളത് അടി ഇത്. ഏതടി? ഓ അപ്പൊ ഞാൻ എന്റെ മക്കൾക്കൊന്നും കൊടുക്കാതെയാ വളർത്തിയെന്ന്? അതല്ലമ്മ, അവള് സ്ലിം ബ്യൂട്ടി ആണെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അത് കറക്റ്റാ. ആരും എന്നെ കണ്ട അങ്ങനെ പറയും. എന്തോ കലഹം? നീ കേട്ടില്ലേ അപ്പം നിന്റെ പുന്നാരേട്ടത്തി പറഞ്ഞു? എന്നാ കേട്ടോ, ഞാൻ പറയാലോ. 2 കാര്യങ്ങൾ പറഞ്ഞവള്. 1, എനിക്ക് യാതൊരു കൈപ്പുണ്യമില്ലെന്ന്. 2, നിങ്ങൾക്ക് അറിയാം ഞാൻ ചൊവ്വേന്നേരം ഭക്ഷണം കൊടുക്കുന്നില്ലെന്ന്. എടി ഇവനെ കണ്ടിട്ടും തോന്നുന്നില്ല എടി നിനക്ക് ഞാൻ ഭക്ഷണം കൊടുത്താ വളർത്തിയെന്ന്? അത് പിന്നെ ഇതുങ്ങൾക്കൊക്കെ തീറ്റാൻ കൊടുത്താലും ശരീരത്തെ പിടിക്കാത്ത എന്റെ കുറ്റമാണോ? എന്തോ പ്രശ്നം, എനിക്ക് ഒന്നും മനസ്സിലായില്ല. എടാ ഞാൻ നിനക്കൊരു രത്ന ചുരുക്കത്തിൽ കാര്യം പറഞ്ഞുതരാം. ചേട്ടന്റെ ഫ്രണ്ടില്ലേ മറ്റേ ബാദുഷ, പുള്ളിയുടെ വൈഫ് ആയിഷ അച്ചാറുണ്ടാക്കി ചേട്ടനെ കൊടുത്തു വിട്ടു. ചേട്ടൻ അത് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു. ചേട്ടനും കഴിച്ചു. സംഭവം അടിപൊളിയായിരുന്നു. പക്ഷെ ചേട്ടൻ ആയിഷ ഉണ്ടാക്കിയതിനെ പറ്റി അങ്ങ് പുകഴ്ത്തി പറഞ്ഞു. അപ്പൊ നാത്തോന് കോംപ്ലക്സ് അടിച്ചു. അല്ല കോംപ്ലക്സ് അടിച്ചില്ല, ചെറുതായിട്ടൊന്ന് വിഷമം വന്നു. അപ്പോ നാത്തൂന് അതിലും അടിപൊളിയായിട്ടുള്ള അച്ചാർ ഉണ്ടാക്കണമെന്ന് തോന്നി. അതിന് ഞങ്ങൾ അച്ഛമ്മയുടെ അടുക്കേ ചെന്നു. അച്ഛമ്മയുടെ ഈ റെസിപ്പി ഉണ്ട്, പക്ഷെ അച്ഛമ്മ തരത്തില്ലെന്ന് പറഞ്ഞു. നാത്തു അതൊരു ഐഡിയ, അത് നമ്മളെന്താ വിട്ടുപോയെ? അച്ഛമ്മക്ക് നാരങ്ങ എടുത്ത് കൊടുത്ത് മണി റെസിപ്പി പറഞ്ഞു തരത്തില്ലേ? നമുക്ക് അതൊന്ന് പരീക്ഷ നോക്കാം അല്ലേ? ഉറപ്പായിട്ടും. അതൊക്കെ വിട്, നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം? അത് സിമ്പിൾ അല്ലേ? അമ്മ ഉണ്ടാക്കുന്ന അച്ചാർ വായി വെക്കാൻ കൊള്ളത്തില്ലെന്ന് നാത്തു പറഞ്ഞു. ചേട്ടത്തി അങ്ങനെ വെട്ടിത്തുറന്ന് പറയണ്ടായിരുന്നു. അല്ല ഞാൻ അങ്ങനൊന്നും പറഞ്ഞല്ല അമ്മ. സത്യത്തിൽ ഞാൻ നീ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. പറഞ്ഞത്രയും മതി കേട്ടോ. ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് നിങ്ങളുടെ അച്ചാർ ഉണ്ടാക്കും മുടക്കണ്ട. ഓ അമ്മ ഓടുന്നു. ഇപ്പൊ സമാധാനം ഇല്ല രണ്ടുപേർക്കും? എന്റെ പോലീസ് ബുദ്ധിയിൽ എനിക്കൊരു ഐഡിയ വന്നുണ്ട്, പറയട്ടാ? നീ ബുദ്ധി പറഞ്ഞിട്ടുണ്ടെന്ന് ആദ്യം പറഞ്ഞിട്ടേ ബുദ്ധി പറയുള്ളൂ. ഡയറക്റ്റ് ആയിട്ട് ബുദ്ധി പറഞ്ഞാൽ പോരാ. അത്ര സമയം ലാഭിച്ചൂടെ? പളിയൊരു സമയമില്ലേ? എനിക്ക് അറിയാം എന്റെ ഐഡിയ കേൾക്കാൻ. എന്തോന്നടേ ഇത്?
ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ അടിപിടി കൂടാതെ നീ ഐഡിയ പറടാ വരുമാനെ പറയട്ടാ. അതായത് നമ്മളിവിടെ നിന്ന് അച്ചാർ ഉപ്പയും കൊണ്ട് നേരെ ബാദുഷാന്റെ വീട്ടിൽ പോകുന്നു. അവിടെ തന്നെ ഇരുന്ന് അടിക്കുന്നു, സെറ്റ് ആവുന്നു, അവിടെ കിടന്ന് ഉറങ്ങുന്നു. ഇങ്ങോട്ട് വന്നാലേ നമ്മളെ പോക്കോളൂ. ഏത് അത് കൊള്ളാം, സൂപ്പർ ഐഡിയ. നമ്മൾ 3 പേരും കൂടെ എവിടെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പോകും. ഒരു രാത്രി നമ്മൾ 3 പേരും കൂടെ മാറി നിന്നാൽ അവർക്ക് അപ്പോഴേ കാര്യം മനസ്സിലാവും. ഒന്നല്ലേ? ഓ പിന്നെ അല്ല. എന്നാ പിന്നെ ഒരു ഐഡിയ ഉള്ളൂ. സാഹചര്യത്തിന്റെ സമ്മർദ്ദം മനസ്സിലാക്കിയിട്ട് മാമൻ തന്നെ ഇതിൽ നിന്ന് പിന്മാറണം. അയ്യടാ, നീ തന്നെ അങ്ങോട്ട് മാറി നിന്നേച്ചാ മതി. അച്ഛനാണ് കൂട്ടത്തിൽ ചേരാത്ത അച്ഛൻ. 2 ചെറുപ്പക്കാർ മാറി നിന്നാൽ അത്രേ ഉള്ളൂ. നമ്മളെന്തെങ്കിലും പറഞ്ഞ് മാറി നിന്നോ? നടക്കൂലടേ, നടക്കൂലെന്ന് പറഞ്ഞാൽ നടക്കൂല. പോണെങ്കിലേ നമ്മൾ 3 പേരും കൂടെ പോകുന്നുള്ളൂ. എന്തോന്നു മാമ? ഒന്നുമില്ല, ഞാൻ മാമന്റെ തള്ളു കഥ കേട്ടോണ്ടിരുന്നില്ലേ? ശിവ എന്തോന്നു ശിവ? നീ എല്ലാം വിശ്വസിച്ചെന്ന് പറഞ്ഞിട്ട് പിന്നെ മാമ എത്രത്തോളം പോകും നോക്കാനല്ലേ ഞാൻ പറഞ്ഞു. പക്ഷെ മാമ ഒരു രക്ഷയില്ല. റേഞ്ച് തന്നെ എന്റെ പൊന്നളിയാ. കേക്കണോ? എനിക്കൊന്ന് കേൾക്കണം. നീ 3 പേരും കൂടെ മുങ്ങാനുള്ള സംഭവം എന്താണെന്ന് പറ. അതും ഇതും പറയാതെ പോകാനുള്ള വഴി എന്താന്ന് വെച്ചാൽ ഒന്ന് പറയടേ ആരെങ്കിലും. വലിയ പോലീസ് ബുദ്ധിയൊന്നും അല്ല. ഞാൻ ഒരു ഐഡിയ പറയട്ടെ. അളിയും പറയണേ. എനിക്ക് ഇഷ്ടപ്പെടുവോ എന്തോ? ഓ ആളിയും പറ. എനിക്ക് അങ്ങനെ പോലീസ് ബുദ്ധി അല്ലാത്ത ബുദ്ധി അങ്ങനെ വേറെ തിരിവില്ലേ അത്. പിന്നെ നമുക്ക് അച്ഛൻ്റെ കൈയും കാലും മടക്കിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോവാം. എന്നിട്ട് ഓർക്കാപ്പുറത്ത് അഡ്മിറ്റ് ചെയ്യുന്ന പറയാം. അല്ലേ കിടക്ക ഐഡിയ. അത് മതി. അത് ഫിക്സ്. അതൊന്നും പറ്റൂല. എന്റെ കൈയും കാലും ഓടിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്തോന്ന് വെച്ചാ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പോഴെങ്കിലും സ്വാർത്ഥത കാണിക്കാതെ. എന്നാ കൈയും കാലും മടങ്ങിയതായിട്ട് അഭിനയിച്ച് കാണിച്ചാ പോരെ? ഓ അതായാലും മതി. അതാകുമ്പോ മാവ ഇടക്കിടക്ക് ബൈറ്റഡല്ലേ കറക്റ്റ് ചെയ്യും. മടക്കി വെച്ചാണ് കൈ അളെ ചിരിച്ച് കയറ്റി കൊടുക്കാൻ.